കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ ആക്രമിച്ച സഖാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. സഖാക്കൾ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അതിനിടയിൽ നിസ്സഹായനായി ബിനീഷ് കൊടിയേരി സഖാക്കന്മാരെ പിടിച്ച് മാറ്റുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായി സാധിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ആക്രമിച്ച സഖാക്കന്മാരെ ഒന്നും ഇനി തനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നൊരു വിഷമം ബിനീഷ് കൊടിയേരിയുടെ മുഖത്ത് നിഴലിച്ചു എന്നുള്ളതാണ് ആ വിഷ്വൽ കാണുമ്പോൾ എല്ലാവർക്കും വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാധനം. കാരണം ഇനി ജയിലിടിഞ്ഞാൽ ഈ സഖാക്കളൊന്നും വെളിയിൽ വരില്ല എന്നുള്ളതാണ്. 2025 ജനുവരി 24 ഇതുപോലൊരു ആക്രമണം സന്ദേശ് ഖാലിയിൽ നടന്നതാണ്. അതിനുശേഷം സന്ദേശ് ഖാലിയിൽ എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി സഖാക്കളൊന്ന് പഠിക്കുന്നത് വളരെ നല്ലതാണ്. എന്തായാലും കേരളത്തിന്റെ സന്ദേശ് ഖാലിയുടെ അത്രയൊന്നും ഇല്ലല്ലോ കേരളം. അതായത് ബംഗാളിൽ ഏത് രീതിയിലാണ് ഗുണ്ടായിസം നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രയൊന്നുമില്ല കേരളമെന്ന് സഖാക്കൾ മനസ്സിലാക്കണം. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നടക്കാൻ പോകുന്നത് ഈ സഖാക്കന്മാരൊന്നും ജയിലിടിഞ്ഞാൽ വെളിയിൽ വരില്ല. അതാണ് സന്ദേശ് ഖാലിയിലും നടന്നത്. അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ആക്രമിച്ചത് 500 പേരാണ്. ഇന്ന് 300 പേരാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ആക്രമിച്ചത്. അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പേഴ്സും ബാഗും അടക്കം അവർ കവർന്നിരുന്നു. ശേഷം ഇവരെല്ലാം തന്നെ ജയിലിടിഞ്ഞാൽ പുറത്തു വരാത്ത രീതിയിൽ അകത്തു പോവുകയായിരുന്നു. ഇനി നടക്കാൻ പോകുന്നത് റെയ്ഡിനെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥർ ജീവന അപായപ്പെടുത്താൻ പാർട്ടി ഗുണ്ടകളെയും കൊട്ടേഷൻ ടീമിനെയും തെരുവിലിറക്കിയ CPM-നെയും പിണറായിയെയും വീണയെയും ഇ ഡി വെട്ടിലാക്കുമെന്നുള്ളതാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. കാരണം 18 കോടി രൂപയുടെ സ്വത്തുക്കളൊക്കെ ഇ ഡി മരവിപ്പിച്ചു കഴിഞ്ഞു. ഈ കേസിന്റെ തുടർ നടപടികൾ ഇനി കേരളത്തിലല്ല നടക്കാൻ പോകുന്നത്, ഇനി ഡൽഹിയിലാണ് നടക്കാൻ പോകുന്നത്. സന്ദേശ് ഖാലിയിൽ കണ്ടതുപോലെ ഇനി CBI ആണ് നിങ്ങളെല്ലാം പിടിക്കാൻ വരാൻ പോകുന്നത്. നിങ്ങൾ ഏത് പൊത്തിൽ കയറി ഒളിച്ചാലും നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും. സഖാക്കന്മാർ വിട്ടുതരില്ല, ഞങ്ങളുടെ പ്രവർത്തകരാണെന്നൊക്കെ പറയുകയാണെങ്കിൽ കോടതി ഉത്തരവുമായി വരും. കോടതി ഉത്തരവുമായി വരുമ്പോഴും വിട്ടു തന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് സ്വാതന്ത്ര്യ സമര കാലത്ത് നിങ്ങൾ ഫേസ് ചെയ്തതുപോലെ യഥാർത്ഥത്തിൽ വെടിയുണ്ടകളൊന്നും ആയിരിക്കില്ല, ബ്രഹ്മോസ് മിസൈലുകളായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും തുടർന്നുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഇനി നടക്കുക ഡൽഹി ED ഓഫീസിൽ വെച്ചായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നല്ല രീതിയിൽ സഖാക്കന്മാർ ഇനി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.